നമ്മുടെ 1300ഓളം വരുന്ന കുട്ടികൾക്ക് ഇന്ന് നമ്മൾ മാസ് സദ്യയാണ്. എല്ലാം ഇന്ന് മാസും മെഗയുമാണ്, മെഗാ തിരുവാതിര എല്ലാ ഇവൻറ്റ്സും. അപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാവരും ഇരിക്കുന്നുണ്ട്, നമ്മൾ നന്നായി ആഘോഷിക്കുന്നുണ്ട്. നല്ല ഫുഡ് നടത്തിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു വലിയ കൈയടി. ആഘോഷിക്കുന്ന ഓണാഘോഷം അത് എവിടെ ചെന്നാലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ, ഓണപരിപാടികൾ കാണും. അതുപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് മെയ്സിൻ്റെ ക്യാമ്പസിലാണ്. ഇവിടെ ഓണമല്ല, ഇവിടെ അടിച്ച് പൊളിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത ഓണവുമായിട്ട് മെയ്സ് വെഞ്ഞാറമൂട് വരികയാണ്. വെഞ്ഞാറമൂട് മെയ്സ് പൊളിക്കുമല്ലേ? ഓണം ഓണം തുടങ്ങുകയാണ്. മെയ്സിന്റെ ഓണം ഇതാ തുടങ്ങുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു ആഘോഷമാണ്. എങ്ങനെ പോകുന്നു? അത് വേറെ എവിടെ പോയാലും കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം മെയ്സിലെ പിള്ളേര് എപ്പോഴും പൊളിയാണ്. ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ, ടീം മാനേജ്മെന്റ് ഫുൾ ഇവിടെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത അവരും അതേ പൊളി വൈബിലാണ് വരുന്നത്. നമസ്കാരം സാറേ. തീർച്ചയായും നമസ്കാരം. പൊളിക്കുകയാണ്. പിന്നല്ല, തീർച്ചയായും. ഇന്ന് നമ്മുടെ മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഞങ്ങളുടെ 23ാമത്തെ ഓണാഘോഷമാണ്. നമ്മളെ 23ാമത്തെ ബാച്ച് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഓണാഘോഷം എന്ന് പറയാം. നമ്മുടെ സിംഗർ മുരളീകൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട്, വയലിനിസ്റ്റ് ഗോകുൽ കൃഷ്ണ എത്തിയിട്ടുണ്ട്, മാനേജ്മെൻറ്റ് എല്ലാവരും ഓൺ ദ വേ ആണ്. കുട്ടികൾ ഇതിന് പേരിട്ടിരിക്കുന്നത് തിമിർത്തോണം എന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, മാനേജ്മെൻറ്റ്, ഞങ്ങൾ HODs, സ്റ്റാഫ് എല്ലാവരും ഈ ഓണം ആയിക്കോട്ടെ, ഈദ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ആഘോഷിച്ചാണ് തിമിർക്കുന്നത്. വയനാടിനോടൊപ്പം ഇപ്പം നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് വയനാട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഓരോ ഓണവും അതിജീവനത്തിൻ്റെ ഒരു ഓണം കൂടെ ആയതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അതിനോടൊപ്പം തന്നെ നിറയെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കാണാവുന്നതാണ്. സ്പോർട്സ് ആണെങ്കിലും ഇതേപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസിലാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്ക് നല്ലൊരു കുട്ടികളോടൊപ്പം തന്നെയാണ് ടീച്ചേഴ്സ് എല്ലാം നിൽക്കുന്നത്. അതെ അതെ, കുട്ടികളെ കൂടെ ആണ് നിൽക്കേണ്ടത് നമ്മൾ ടീച്ചേഴ്സ്. അതെ ഒരു രണ്ടുപേരി മുരളീകൃഷ്ണൻ സാറിനെ തന്നെ കേൾക്കാം. ആക്ച്വലി ഭയങ്കര നല്ലൊരു വൈബാണ്. ഒരു കോളേജിൻ്റെ എനർജി ഈസ് സോ ഗുഡ്. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ആരവവും ചെണ്ടമേളം എവറിത്തിങ് വാസ് സോ ഗുഡ്. ആൻഡ് വളരെ നല്ല മാനേജ്മെൻറ്റാണ്, അവർ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ. സോ തന്നെ ഒരു ആരവവും ചെണ്ടമേളം എവറിത്തിങ് വാസ് സോ ഗുഡ്. ആൻഡ് വളരെ നല്ല മാനേജ്മെൻറ്റാണ്, അവർ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ. സോ കീപ്പ് ഇറ്റ് അപ്പ് ആൻഡ് കീപ്പ് അപ്പ് ദ സ്പിരിറ്റ്. ഓൺലൈൻ വാർത്താചാനലിന് വേണ്ടിയിട്ട് ഒരു രണ്ടുപേരി. ഷുവർ. ഇന്നലെ ഒരു പാട്ട് മോഹൻലാൽ സാർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു രണ്ടുപേര് ഞാൻ പാടാം. ഗാനം നീയേ ഈണം ഞാനേ, ഹിമധാരയായി മാറി സംഗീതം, മിന്നൽ പൂവായ ചുണ്ടിൽ തേനായ മധുരാഗമായി ഞാനകമേ. താങ്ക് യു. മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് വെയിറ്റിംഗിലാണ്. അതെ, ടീച്ചേഴ്സിന് തിരുവാതിരയുണ്ട്. പിന്നെ ഇന്നത്തെ ഓണം നമ്മുടെ കുട്ടികളുടെ ഒപ്പമാണ്. തിമിർത്തോണം 2024 എല്ലാവർക്കും ഹാപ്പി ഓണം. വളരെ ഗംഭീരമായി തന്നെ അത് ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസിൽ ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ക്യാമ്പസാണ് മെയ്സ്. പിന്നെ മലയാളികളുടെ ദേശീയ മഹോത്സവമാണ് ഓണം. അത് ജാതി മത ചിന്തകൾക്കപ്പുറത്തുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ ഓണം. ആ ഓണം എല്ലാ വർഷവും കഴിഞ്ഞ 22 വർഷമായി ഏറ്റവും ഭംഗിയായി ഗംഭീരമായി ആഘോഷിക്കുകയാണ് ഓണം. ഈ പ്രാവശ്യവും അതിഗംഭീരമായി തന്നെ സംഘടിപ്പിക്കുവാൻ സാധിച്ചു. ഈ ഏറ്റവും നല്ല രീതിയിൽ ഈ ഓണം പ്രോഗ്രാം സംഘടിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഔപചാരികമായി ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
ഒരു രക്ഷയില്ല. എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഓണം? ഞങ്ങൾ വന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓണാണിത്. ബെസ്റ്റ് ഓണാണ്. സാറും അതേപോലെ എല്ലാവരും കൂടെ നിന്ന് അതേ വൈബിൽ നിൽക്കുമായിരുന്നു. അപ്പം അടിച്ചു പൊളിക്കുക തന്നെ പൊളിക്കുക. ഇനിയും കുറേ പരിപാടി ഉണ്ട് നമുക്ക്. ഇനിയാണ് പരിപാടി മെയിൻ. അത് എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്ത ഒരു ഓണം തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഓണം. എല്ലാ ഡിപ്പാർട്ട്മെന്റും സ്ട്രോങ് ആയിരുന്നു. അതെ, പിന്നെ സെറ്റ് ഓണമായിരുന്നു. ആഘോഷിക്കും എല്ലാം. അടിപൊളിയായിരുന്നു. തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഗെയിംസ് ആണ്. കസേര കളിയൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു. ഒരു കുഴപ്പമില്ല. കിടിലൻ സദ്യയായിരുന്നു. അടിച്ചുപൊളി ഗംഭീരമായിരുന്നു. ഓ നീ ഒന്നും വേണ്ട, വയറ് വേത്തു. സെറ്റായിരുന്നു. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. ആഘോഷം ഉഷാറാക്കാൻ സ്വയംവരം.